ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. നിന്റെ പുരാതന നാശശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരു യാത്ര നാം ഇവിടെ കേൾക്കുകയാണ്. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും എന്ന വചനത്തിലൂടെ നമ്മൾ കേട്ടത് യെശയ്യാ പ്രവാചകൻ്റെ വലിയൊരു പ്രവചനമാണ്. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. മരുഭൂമിയിൽ നിന്നെ നയിക്കും എന്ന വചനം പറഞ്ഞു വയ്ക്കുന്നത്. മരുഭൂമി അത്ര സുഖമുള്ള പ്രദേശമല്ല. അത്തരത്തിലൊരു സ്ഥലത്തുകൂടെ നയിക്കും, എന്നാൽ കൃപയൊഴുകും എന്ന ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതകൾക്ക് ശേഷം ഒരു പുനരുദ്ധാരണം, ഒരു കയറ്റം, ഒരു ഉയർച്ച സംഭവിക്കുമെന്ന് നാം ഈ വചനത്തിലൂടെ കേൾക്കുന്നു. വാസ്തവത്തിൽ ഇത് ക്രിസ്തീയമാണ്. എല്ലാ ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ ഈ ഒരു ഇറക്കം, മരുഭൂമി അനുഭവം, അസ്വസ്ഥത എപ്പോഴും കടന്നു വരും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു മനുഷ്യനുണ്ട്, ജോസഫ്. പൂർവ്വപിതാവായ ജോസഫ്. ജോസഫിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടും ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് ലഭിക്കും. വചനവിചിന്തനം നമുക്ക് ജോസഫിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. 37-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ജോസഫിനെ വിൽക്കുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ്. ജോസഫ് അപ്പന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ, ചേട്ടന്മാരോട് ഏറെ ഇഷ്ടമാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കും, ഈശോ ദൈവം എന്ന് വിളിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. ചെറുപ്രായത്തിൽ തന്നെ എന്നാൽ അടിമയാക്കപ്പെടുകയാണ്. ജോസഫ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഏറെ സ്നേഹത്തോടെ നിഷ്കളങ്കതയോടെ ചേട്ടന്മാരോട് പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജോസഫിനൊരു സ്വപ്നമുണ്ടായി. ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. മറ്റുള്ളവരുടെ പുൽക്കറ്റ താന്ന് ജോസഫിൻ്റെ കറ്റയെ വണങ്ങുന്നു. ഇതും അപ്പൻ്റെ ജോസഫിനോടുള്ള അമിത പ്രിയവുമെല്ലാം കണ്ടപ്പോൾ ചേട്ടന്മാർക്ക് ജോസഫിനോട് അസൂയായി. അങ്ങനെ ഒരു ദിവസം ചേട്ടന്മാർക്ക് ഭക്ഷണപ്പൊതിയുമായിട്ട് ജോസഫ് യാത്ര തിരിക്കുകയാണ്. അവിടെ എത്തി ചേട്ടന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ജോസഫ് ഓടി ചെല്ലുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരു മൃഗത്തെ എന്ന വണ്ണം ചേട്ടന്മാർ ഈ കുഞ്ഞു ജോസഫിനെ വേട്ടയാടുകയാണ്. ഒടുവിൽ അവനെ ഒരു പൊട്ടക്കിണറിലേക്ക് തള്ളിയിടുന്നു. പിന്നീട് അവനെ ഒരു നാടോടി സംഘത്തിന് വിൽക്കുകയാണ്. അങ്ങനെ ഒരു വലിയ യാത്ര. പിന്നീട് പൊത്തിഫറിൻ്റെ അടുത്ത് പോകുന്നു, തടവുകാരനാകുന്നു, കാരാഗൃഹത്തിലെത്തുന്നു, സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ ജോസഫിൻ്റെ ഒരു യാത്ര, ഒരു വലിയ യാത്ര തന്നെയായിരുന്നു അത്. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം ഇതുപോലൊരു യാത്രയാണ്, ഒരു തീർത്ഥാടനം, എ പിൽഗ്രിമേജ്, ഒരു തീർത്ഥയാത്രയാണ് ക്രിസ്തീയ ജീവിതം. അതിൽ തീർച്ചയായിട്ടും ഒരു ഇറക്കമുണ്ടാകും. അത് ഒരു പ്രത്യേകതരം ഇറക്കമാണ്, ഒരു ശുദ്ധീകരണത്തിൻ്റെ ഇറക്കമാണ്. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ജെറീക്കോയിലേക്ക് ചാരന്മാരെ അയക്കുന്നുണ്ട് ജോഷുവ. തുടർന്ന് 3-ാം അധ്യായത്തിൽ ഇവർ ജോർദാൻ നദിയുടെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. നാം ഈ നദിയിലൂടെ ഇനി മുന്നോട്ട് പോവുകയാണ്. ജോർദാൻ നദിയുടെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. 3-ാം അധ്യായം 1-ാം തിരുവചനം. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേലിയരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കിക്കര എത്തി. മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. അപ്പോൾ കാനാൻ ദേശത്തേക്ക് അടുത്തു. ജോർദാൻ കടന്നാൽ തൊട്ടപ്പുറ കാനാനാണ്. അപ്പോൾ കാനാൻ ദേശത്തേക്ക് കയറണമെന്ന ആഗ്രഹവുമായി എല്ലാം ഒറ്റുനോക്കിക്കഴിഞ്ഞു. ഇനി പ്രവേശനമാണ്. അപ്പോൾ പ്രവേശിക്കുവാനായിട്ട് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വന്നു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇവർക്ക് വിലങ്ങുതടിയായി, തടസ്സമായി ദാ കവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി. ജോർദാൻ നദിയെക്കുറിച്ച് പറയുക, മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ
മഴക്കാലമാകുമ്പോൾ കരകവിഞ്ഞൊഴുകിയിരുന്ന നദിയായിരുന്നു. ജോർദാൻ നദിക്ക് പണ്ഡിതന്മാർ നൽകിയിരുന്നൊരു പേര് പോലുമുണ്ട്, മരണത്തിൻ്റെ നദി. അത്രയ്ക്ക് അടിയൊഴുക്കാണ്. ആരെങ്കിലും ജോർദാൻ നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് തീവ്രമായി ഒഴുകിയിരുന്ന നദിയായിരുന്നു ജോർദാൻ നദി. അങ്ങനെ ഇരിക്കെ ഇസ്രായേൽ ജനം ജോർദാൻ നദിയുടെ തീരത്തെത്തി. കാനാനിലേക്ക് പ്രവേശിക്കണം, പക്ഷേ പാലമോ മറ്റൊന്നുമില്ല. എങ്ങനെ പ്രവേശിക്കും? എന്ത് ചെയ്യും? പണ്ട് ഒരു കടൽ അവർ മറികടക്കുന്നുണ്ട്, ചെങ്കടൽ. പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ മറികടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മോശയില്ല. നെബോ മലയിൽ വെച്ച് മോശ മരിച്ചതിന് ശേഷമാണ് കാനാൻ ദേശത്തേക്ക് ജോർദാൻ്റെ അരികെ ഇവർ വന്ന് നിൽക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും? ജോഷുവയ്ക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ജോഷുവ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് ജോഷുവ പറയുന്നുണ്ട്. ഒരു ശുദ്ധീകരണം. അങ്ങനെ അടുത്ത ദിവസമായി കർത്താവ് പറയുന്നുണ്ട്, ജോഷുവ നിലവിളിക്കുമ്പോൾ മോശയോട് കൂടെ എന്നതുപോലെ ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കർത്താവ് ജോഷുവയെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. 3-ാം അധ്യായം, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുണ്ടാകുമെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു. ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം. സംഭവം ഇതാണ്, ജോർദാൻ്റെ അരികെ അവരെത്തുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് ജോഷുവ പുരോഹിതന്മാരോട് വാഗ്ദാന പേടകവും വഹിച്ച് ഈ വെള്ളത്തിലേക്ക്, ജോർദാനിലേക്ക് ഇറങ്ങാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പുരോഹിതന്മാർ ഈ വാഗ്ദാന പേടകവും വഹിച്ച് ഈ വെള്ളത്തിലേക്ക്, ജോർദാനിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യത്തെ പുരോഹിതൻ്റെ കാൽസ്പർശം ജോർദാൻ നദിയിലുണ്ടാകുമ്പോൾ പണ്ട് ചെങ്കടലിൽ സംഭവിച്ചതുപോലൊരു അത്ഭുതം. കരകവിഞ്ഞൊഴുകുമായിരുന്ന മരണത്തിൻ്റെ നദി വിഭജിക്കപ്പെടുകയാണ്, രണ്ടായിട്ട് മുറിയപ്പെടുകയാണ്. വരണ്ട നിലത്തുകൂടെ അവർ കടന്നു പോകുന്നു. ഒരു ശുദ്ധീകരണത്തിൻ്റെ കടന്നുപോക്ക് നമ്മൾ വചനത്തിൽ കേട്ടു. 3-ാം അധ്യായം 5-ാം തിരുവചനം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ഈ ഒരു യാത്ര ഒരു ശുദ്ധീകരണത്തിൻ്റെ യാത്രയായിരുന്നു. ശുദ്ധീകരിക്കപ്പെടാതെ വാഗ്ദത്ത ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തേക്ക് കടക്കുക സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ശുദ്ധീകരണം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം വിവരിക്കുന്നുണ്ട്. യാബോക്ക് എന്ന കടത്ത് തീരത്ത് വെച്ച് ഒരു മൽപ്പിടുത്തം, ഒരു കടന്നുപോക്ക്, ഒരു ശുദ്ധീകരണം യാക്കോബിന് നടക്കുന്നുണ്ട്. പിന്നീട് അവൻ വിളിക്കപ്പെടുകയാണ് ഇസ്രായേൽ. പെനുവേൽ എന്ന് ആ സ്ഥലത്തിന് അവൻ പേരിടുന്നുണ്ട്. 32-ാം അധ്യായം 30-ാം തിരുവചനം, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. ഇതുപോലെ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ, അതാണ് ഈ കടന്നുപോക്ക് സൂചിപ്പിക്കുന്നത്. ജോർദാൻ നദി വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മളിത് കണ്ടു. ഇപ്പോൾ രണ്ടാമതായിട്ട് ജോർദാൻ നദി കടന്നു വരിക രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകനും എലീശ പ്രവാചകനും കൂടെ ഒരു യാത്ര. ഏലിയ സ്വർഗത്തിലേക്ക് പോകുന്ന സമയമായി എന്ന് അരുളപ്പാടുണ്ടായി. പോകാൻ സമയമായി. ഏലിയ പറഞ്ഞു, എലീശ ഞാൻ പോകാൻ സമയമായി, നീ ഇവിടെ തുടരുക, ഞാൻ കടന്നു പോകട്ടെ. എന്നാൽ എലീശ പറയുക, ഇല്ല, അങ്ങേ ഞാൻ തനിച്ചു വിടില്ല. പുറകെ പിന്തുടരുകയാണ്. പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒടുവിൽ ഇതാണ് വചനം പറഞ്ഞു വെക്കുന്നത്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 7-ാം തിരുവചനം, അവർ ഇരുവരും ജോർദാന് സമീപമെത്തിയപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു. വെള്ളം ഇരുവശത്തേക്കും മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. ഒരു ശുദ്ധീകരണത്തിൻ്റെ യാത്ര. ഒരു ശുദ്ധീകരണത്തിൻ്റെ യാത്ര. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഏലിയായുടെ പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാകണം. അതുകൊണ്ട് ഈ മരണത്തിൻ്റെ നദിയിലൂടെ ഏലിയ കടന്നു പോകുന്നു. ഇനി
ഏലീശുവയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഏലിയ പോകാനായി എന്നറിഞ്ഞപ്പോൾ ഏലീശുവ ഏലിയായോട് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് ലഭിക്കുകയാണ്. അപ്പോൾ ഏലീശുവായും ഇതുപോലൊരു ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയി, ജോർദാനിലൂടെ കടന്നുപോയതിന് ശേഷം ശുദ്ധീകരണം സാധ്യമാവുകയാണ്. ഇരട്ടി പങ്ക് കിട്ടി. ഇനി പ്രവർത്തന മേഖലയിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കയ്യിലുണ്ടായിരുന്ന തുണിയെടുത്ത് ഒരടിയാണ്, മേലങ്കിയെടുത്ത്. അപ്പോൾ ഏലീശുവായുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കുകയാണ്. ജോർദാൻ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രക്രിയ. ഏലിയായ്ക്ക് വീടിൻ്റെ പുറത്തിറങ്ങി നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയാൽ മതിയായിരുന്നു. എന്തുകൊണ്ട് ജോർദാൻ നദി മറികടന്ന് ഏലിയ ആ വലിയ വിശുദ്ധീകരണം സാധ്യമാക്കി? യെസ്, ഈ കടന്നുപോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതില്ലാതെ ക്രിസ്തീയ ജീവിതത്തിന് പൂർണ്ണതയില്ല. അതുപോലെ വീണ്ടും നമ്മൾ കണ്ടെത്തുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവചനം. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയിൽ പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെയും ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും ഇതേ നദിയിൽ വെച്ചാണ്, ജോർദാൻ നദിയിൽ വെച്ച്. ജോർദാൻ ജോഷുവ, ജോർദാൻ ഏലിയ, ഏലീശുവ, ജോർദാൻ ഈശോ വിശുദ്ധീകരിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ്. ഈശോയ്ക്ക് പാപമുണ്ടെന്നല്ല, മറിച്ച് ഇത് വലിയൊരു അടയാളമാണ്. ഈശോ എന്താണ് സ്വീകരിച്ചത് ജോർദാൻ നദിയിൽ വെച്ച്? മാമോദീസ. മാമോദീസായുടെ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു? പ്രിയപ്പെട്ടവർ, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭൂമിയിൽ ഞാൻ ജനിച്ചു വീഴുന്ന ദിവസം എൻ്റെ പിറന്നാൾ ദിവസമാണ്, മൈ ബർത്ത്ഡേ, എൻ്റെ പിറന്നാൾ ദിവസം. എന്നാൽ എൻ്റെ മാമോദീസ ദിവസം എന്ന് പറയുക ഞാൻ സ്വർഗത്തിൽ ജനിക്കുന്ന ദിവസമാണ്. ഇത് കാട്ടിത്തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഭൂമിയിലെ എൻ്റെ ജനനം, അതിനുശേഷം ഞാൻ സ്വർഗത്തിൽ വീണ്ടും ജനിക്കുകയാണ്. ഭൂമിയിലെ എൻ്റെ ജനനം കഴിഞ്ഞു, ഐ എം ഡൈയിങ് ഹിയർ, ഞാനിവിടെ മരിച്ച് സ്വർഗത്തിൽ ജനിക്കുകയാണ് മാമോദീസായിലൂടെ. അപ്പോൾ ഈശോ നസ്രത്തിൽ നിന്നും മരണത്തിൻ്റെ നദി എന്ന് അറിയപ്പെടുന്ന ഈ നദിയിലേക്ക് വന്നിറങ്ങി ശുദ്ധീകരിക്കപ്പെടണമെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞു തരിക, മാമോദീസ സ്വീകരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലൂടെ ഈ ശുദ്ധീകരണം സാധ്യമാകുമ്പോൾ നീ ദൈവ പൈതലായിട്ട് മാറുകയാണ്. അവിടെ അവസാനിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിലുടനീളം ഇതുപോലെ ശുദ്ധീകരണത്തിൻ്റെ ജോർദാൻ നദിയിലെ ഇറക്കം ആവശ്യമാണ്. ഇതാണ് കർത്താവ് നമുക്ക് കാട്ടിത്തരുന്നത്. ജോർദാൻ നദിയിലെ ഈ വിശുദ്ധീകരണത്തിൻ്റെ ഇറക്കം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈശോ കാട്ടിത്തരുന്നു. ഇനി ആദ്യം വായിച്ചു കേട്ട ആ വചനഭാഗത്തിലേക്ക് നമുക്കൊന്ന് തിരികെ പോകാം. യെശയ്യാ പ്രവചനം 58:11. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. നാം കേട്ടതെങ്ങനെയാണ്? ജോഷുവയുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടായി, പ്രതിസന്ധിയുണ്ടായി, ഒരു കടന്നുപോക്ക്, വിശുദ്ധീകരിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം 40 വർഷം പരിഹാരം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിശുദ്ധീകരണത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. തുടർന്ന് കാനാൻ ദേശം അവർ സ്വന്തമാക്കുകയാണ്. അതുപോലെ ഏലീശുവ ഇരട്ടി ചൈതന്യം ലഭിക്കുവാനായി ജോർദാൻ മറികടക്കുന്നു. മരണത്തിൻ്റെ നദി വിശുദ്ധീകരണം പ്രാപിക്കുന്നു. ഏലിയാകട്ടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ആ വിശുദ്ധീകരണം പ്രാപിക്കുന്നു. പിന്നെ ഈശോ ഇതിനെല്ലാം മുകളിൽ കാട്ടിത്തരികയാണ്, ദിസ് ഇസ് നെസസറി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ എന്ന്. ഈശോ ജോർദാനിൽ വന്ന്, നമുക്ക് ശ്രദ്ധിക്കാം, നസ്രത്തിൽ നിന്ന് പുറപ്പെട്ട് ജോർദാനിലേക്ക് വന്നുവെന്ന മർക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്. നസ്രത്തിൽ നിന്നും ജോർദാനിലേക്ക് ഏകദേശം 50-ലധികം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ദിവസത്തോളം നടന്ന് യാത്ര ചെയ്താണ് ഈശോ മാമോദീസ സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര ഈശോ വീണ്ടും കാട്ടിത്തരികയാണ്. ഈ യാത്രയ്ക്ക് പ്രത്യേകതയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, നമ്മിപ്പോൾ കേട്ട വചനഭാഗം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം തിരുവചനം.
സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 10-ാം തിരുവചനം, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പെട്ടെന്ന് ആകാശം പിളർന്നു, സ്വർഗം തുറക്കപ്പെട്ടു എന്ന് വചനം പറഞ്ഞു വെക്കുകയാണ്. ഇതാണ് ഈ യാത്ര സംഭവിക്കുമ്പോൾ ഹെവൻസ് വിൽ ബി ഓപ്പൺഡ്. സ്വർഗം, ആകാശം പിളരും. പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ നമ്മുടെ മേലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ വിശുദ്ധീകരണം, ഈ യാത്രയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുകയാണ്. സാമുവേൽ പ്രവചനം 1-ാം പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്ന ചില പേരുകളുണ്ട്. ഏലി പുരോഹിതൻ, പുരോഹിതൻ്റെ മക്കൾ, പിന്നെ ചില വാക്കുകൾ, സാമുവേലിൻ്റെ വിളി, വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു, ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധം. അപ്പോൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു വളരെ പ്രസക്തിയേറിയ കാര്യം വിവരിക്കപ്പെടുന്നുണ്ട്. ഫിലിസ്ത്യരും ഇസ്രായേൽ സമൂഹവുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിനിടയ്ക്ക് കർത്താവിൻ്റെ തീരുമാനം ആരായാതെ ഇവർ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. ഫിലിസ്ത്യരുടെ ഇടയിലേക്ക് കർത്താവിൻ്റെ പേടകം ഇവർ കൊണ്ടുപോവുകയാണ്, വഹിച്ചു കൊണ്ടുപോവുകയാണ്. വചനം പറഞ്ഞു വയ്ക്കുന്നു, 1 സാമുവേൽ 4:11, ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി, ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും വധിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. തമ്പുരാൻ്റെ ആഗ്രഹം ആരായാതെ അവിടുത്തെ പേടകം അവർ വഹിച്ച് യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയി. നഷ്ടപ്പെടുകയാണ്. ഒരുപാട് പേര് മരണപ്പെട്ടു. ഏലി പുരോഹിതൻ്റെ മക്കൾ മരിച്ചു വീഴുകയാണ്. പിന്നീട് വചനം പറഞ്ഞു വയ്ക്കുന്നു, 4-ാം അധ്യായം 18-ാം തിരുവചനം, ദൈവത്തിൻ്റെ പേടകമെന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു. വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ 40 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. ഇനിയുള്ള വചനഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. 1 സാമുവേൽ 4:19, ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനേഹാസിൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരുന്നു. ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവ വേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു. അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കബോദ് എന്ന് പേരിട്ടു. ഇക്കബോദ്, മഹത്വം ഇസ്രായേലിൽ നിന്നും നഷ്ടപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് ഇക്കബോദ്. മഹത്വം ഇസ്രായേലിൽ നിന്നും നഷ്ടപ്പെട്ടു. പലപ്പോഴും ഇക്കബോദായി നമ്മുടെ ജീവിതവും നമ്മുടെ ക്രിസ്തീയ ജീവിതവും മാറിപ്പോകാറുണ്ട്. വാസ്തവത്തിൽ നേരത്തെ നമ്മൾ കേട്ട ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ, ആ ഒരു കടന്നുപോക്ക് ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ, അത് വേണ്ട രീതിയിൽ തന്നെ എടുക്കുമ്പോൾ, പരാതിപ്പെടാതെ സ്വീകരിക്കുമ്പോൾ, ഇക്കബോദിന് പകരം പെനുവേൽ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പഴയ നിയമത്തിൽ ഹാഗാർ കുഞ്ഞുമായി ഇസ്മായേലുമായിട്ട് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ആ സമയം ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരുന്നുണ്ട്, കുഞ്ഞിൻ്റെ നിലവിളി കേട്ടുകൊണ്ട്. അപ്പോൾ ഹാഗാർ ദൈവത്തെ വിളിക്കുന്നൊരു പേരുണ്ട്, എൽറോയ്, എന്നെ കാണുന്ന എൻ്റെ ദൈവം, എൽറോയ്. ഇത്തരത്തിലുള്ളൊരു പെനുവേൽ അനുഭവം അല്ലെങ്കിൽ ഒരു എൽറോയ് അനുഭവം, അത് തന്നെയാണ് വാസ്തവത്തിൽ ഈ ജോർദാനിലൂടെയുള്ള കടന്നുപോക്ക്. വാസ്തവത്തിൽ ഈ ശുദ്ധീകരണം, അതാണ് ആ വചനഭാഗത്ത് നമ്മൾ കേട്ടത്. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നമ്മൾ കേട്ടു, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ ആദ്യം കേട്ട വചനഭാഗം നമുക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകാം. യെശയ്യാ പ്രവചനം 58:11, നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. അതാണ് പ്രസക്തിയേറിയ കാര്യം. അപ്പോൾ ഈ ഒരു കടന്നുപോക്ക്, വിശുദ്ധീകരണം ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു കൃപ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സങ്കീർത്തനം 73:25, മനോഹരമായ, അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിൽ ഒന്നാണ് സങ്കീർത്തനം 73:25. വലതുകരം ചങ്കോട് ചേർത്ത് ഈ വചനം നമുക്ക് പറയാം. സ്വർഗത്തിൽ
അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഒരു കടന്നുപോക്കിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്, ഒരു കടന്നുപോക്കിൻ്റെ, ഒരു വിശുദ്ധീകരണത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്വ വാദിസ് ഡോമിനെ, ക്വ വാദിസ് ഡോമിനെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. റോമിലെ ഒരു ഫലകത്തിൽ, റോമിലെ ഒരു ഭിത്തിയിൽ ഇതിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രം അപ്പോക്രിഫിക്കൽ ലെറ്ററിലാണ് ഇത് വരുന്നത്, അപ്രമാണിക ഗ്രന്ഥത്തിൽ. പത്രോസ് ലീഹ റോമിൽ നിന്നും ഭയപ്പെട്ട് ഓടുകയാണ്. ഇനിയും റോമിൽ തുടർന്നാൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുമെന്ന് പത്രോസിന് അറിയാം. ശിഷ്യന്മാരും കൂട്ടുകാരും എല്ലാം പറഞ്ഞത് കേട്ട് പത്രോസ് ലീഹ ഭയപ്പെട്ട് റോമിൽ നിന്നും ഓടുകയാണ്. ഓടിപ്പോകുന്ന വഴിയിൽ വെച്ച് ആ മനുഷ്യനോട് പത്രോസ് ലീഹ ചോദിച്ചു, പെട്ടെന്ന് മനസ്സിലായി പത്രോസ് ലീഹയ്ക്ക് അത് ആരാണെന്ന്. ആ മനുഷ്യനോട് പത്രോസ് ലീഹ ചോദിച്ചു, ക്വ വാദിസ് ഡോമിനെ, എവിടെ പോകുന്നു കർത്താവേ? അത് മറ്റാരുമായിരുന്നില്ല, ഈശോയായിരുന്നു. ചോദിക്കുകയാ, ക്വ വാദിസ് ഡോമിനെ, കർത്താവെ അങ്ങ് എവിടെ പോകുന്നു? മറുപടി ഇങ്ങനെയായിരുന്നു, പത്രോസേ, നിനക്ക് മരിക്കാൻ ഭയമാണല്ലേ, അതുകൊണ്ട് നിനക്ക് പകരം റോമിൽ വെച്ച് മരണപ്പെടുവാനായി, രക്തസാക്ഷിത്വം വരിക്കുവാനായി ഞാൻ പോവുകയാണ്. പത്രോസ് ലീഹ പെട്ടെന്ന് അവിടെ മുട്ടുകുത്തി കരം വിരിച്ച് കരയാൻ തുടങ്ങി. ആ നിമിഷം തന്നെ അവൻ തിരികെ റോമിലേക്ക് പോയി. റോമിൽ വെച്ച് പിന്നീട് അധികം താമസിയാതെ തന്നെ പത്രോസ് ലീഹ പിടിക്കപ്പെട്ടു. തലകീഴായി തന്നെ തൂക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്വ വാദിസ് ഡോമിനെ, എവിടെ പോകുന്നു കർത്താവേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ സങ്കടങ്ങളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും നേരത്തെ പറഞ്ഞ ആ ശുദ്ധീകരണത്തിൽ നിന്നും മരണത്തിൻ്റെ നദിയിൽ നിന്നും ഓടിപ്പോകുമ്പോൾ കർത്താവ് തിരികെ വരുന്നുണ്ടാവും. ക്രിസ്തീയ ജീവിതം എപ്പോഴും ഇതുപോലെയാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് ഒരു സഹോദരൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ അച്ഛനാവാൻ വന്നേ? അച്ഛൻ എന്തിനാ സെമിനാരിൽ ചേർന്നേ? അച്ഛൻ എന്തിനാ സന്യാസിയായത്? അച്ഛൻ എന്തിനാ കർമ്മലീത സഭയിൽ ചേർന്നത്? അപ്പോൾ ഇതുപോലെ കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ അച്ഛൻ്റെ അവസാനത്തെ ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഈ നാളുകളിൽ ഈശോ തന്ന ബോധ്യമാണ്. അച്ഛൻ്റെ ഉത്തരം ഇതായിരുന്നു, കഷ്ടപ്പെടാനാ വന്നേ, കഷ്ടപ്പെടാനാ അച്ഛനായത്, കഷ്ടപ്പെടാനാ കർമ്മലീത സഭയിൽ ചേർന്നത്, കഷ്ടപ്പെടാനാ സന്യാസിയായത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മൾ കേട്ട വിശുദ്ധീകരണം, ഇത് തന്നെയാണ് ആ കടന്നുപോക്ക്. ക്രിസ്തീയ ജീവിതം എപ്പോഴും കഷ്ടപ്പാടുകളിലൂടെയുള്ള കടന്നുപോക്കാണ്. എന്നാൽ കഷ്ടപ്പാടിൻ്റെ അപ്പുറത്ത് കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന ബോധ്യം നമുക്ക് സൂക്ഷിക്കാം. ഒരിക്കലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല. ഈ ശുദ്ധീകരണം, ഈ വേദന, ഈ അസ്വസ്ഥത, ഈ രോഗം, ഈ ബുദ്ധിമുട്ട്, ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് കർത്താവുണ്ട്. ഒരു രാവും പുലരാതിരിക്കില്ല, ഒരു നോവും കുറയാതിരിക്കില്ല, ഒരു മഴയും തോരാതിരിക്കില്ല. അതെ, ഇതിനൊന്നും അവസാനമുണ്ടാകാതിരിക്കില്ല. കാരണം കർത്താവുണ്ട്. ആ ഒരു പ്രത്യാശ മാത്രം മതി. യെശയ്യാപ്രവചനം 59:1, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. യെശയ്യാപ്രവചനം 65:24, വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. അറിയാം കർത്താവിന്. സമയമാവുമ്പോൾ, നീതിപൂർവകമായ സമയമാകുമ്പോൾ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. യെശയ്യാപ്രവചനം 41:13, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും വെളിപാട് പുസ്തകം 22:12, ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. ഈ ശുദ്ധീകരണം, ഈ കടന്നുപോക്ക് സമ്മാനം വാങ്ങിക്കാനുള്ളതാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം, ഒരാശീർവാദം തന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. യോഹന്നാൻ 15:5, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ബോധ്യം എപ്പോഴും ഹൃദയങ്ങളിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.